ചില മണിക്കൂറുകളുടെ, ചില മിനിറ്റുകളുടെ പ്രതികൂലത്തിലൂടെ കടന്നുപോയ യേശു ജന്മനാ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കാണുകയാണ്. നിങ്ങൾ ആ രംഗം ശ്രദ്ധിക്കുന്നോ? സാക്ഷ്യമില്ലാത്തവനെന്ന് വിളിച്ചവരവിടെ നിപ്പുണ്ട്. വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞവരവിടെയുണ്ട്. ഭൂതമുണ്ടെന്ന് വിളിച്ചവരുണ്ട്. അപമാനിച്ചവരുണ്ട്. ശമര്യനെന്ന് പറഞ്ഞവരുണ്ട്. പക്വതയില്ലാത്തവനെന്ന് പറഞ്ഞവരുണ്ട്. എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുന്നവരുണ്ട്. ഇവരെല്ലാം നിൽക്കുമ്പോഴും അവന്റെ കയ്യിൽ എത്ര കല്ലുണ്ടെന്നല്ല യേശു നോക്കിയേ, ആർക്കെങ്കിലും വിടുതൽ വേണോന്നാണ്. മനസ്സിലായില്ലല്ലേ? എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കല്ലെണ്ണാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്, അന്ധന്റെ കണ്ണു തുറക്കാനാണ് എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. നിന്റെ സാഹചര്യത്തിലേക്കല്ല, നിന്റെ ചുറ്റും നിന്നെ വെല്ലുവിളിക്കുന്നവരിലേക്കല്ല നീ നോക്കേണ്ടത്, നിന്നിൽ കിടക്കുന്ന അഭിഷേകത്തിലേക്കും വിളിയിലേക്കും നീ നോക്കുക. അതിനെ ഓവർകം ചെയ്യാൻ ഒരു ശക്തികൾക്ക് കഴിയില്ല. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു വർഷങ്ങളുടെ പ്രതിസന്ധിയെ നേരിടുന്നവനെ കാണുകയാണ്. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ, മണിക്കൂറുകളുടെ അപമാനങ്ങളിലൂടെ നടക്കുന്ന നസ്രായൻ ജന്മനാ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കാണുകയാണ്. ഇന്ന് പകൽ നിന്നോട് ദൈവാത്മാവ് അറിയിക്കുന്നു, ചില മാസങ്ങളുടെ, മണിക്കൂറുകളുടെ പ്രതികൂലത്തെ നീ വ്യക്തിപരമായി നേരിട്ടെങ്കിൽ നിന്നിലൂടെ വർഷങ്ങളായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. മാസങ്ങളുടെ, ആഴ്ചകളുടെ പ്രതികൂലത്തിലൂടെ പോകുന്നുവോ? മാസങ്ങളുടെ, ആഴ്ചകളുടെ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ പോകുന്നുവോ? മാസങ്ങളുടെ, ആഴ്ചകളുടെ, മണിക്കൂറുകളുടെ പ്രതിസന്ധിയെ നേരിടുന്നവരോട് ആത്മാവ് പറയുന്നു, നീ ആ പ്രതിസന്ധിയെ പ്രാർത്ഥനയോടെ നേരിട്ടാൽ വർഷങ്ങളായി വിടുതൽ അനുഭവിക്കാതെ കിടക്കുന്ന ചിലതിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ കരം നിന്നെ ഉപയോഗിക്കും. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങൾ ശക്തരാണ്. ഏലാ താഴ്വരയിൽ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോഴും നിന്നെ തീർത്ത് കളയുമെന്ന് പറയുമ്പോഴും ദാവീദേ നീ ശക്തനായി. എന്നെ കാണുന്ന കുടുംബത്തോട് കർത്താവ് പറയുന്നു, ഇന്ന് ഈ പ്രതികൂലത്തിലൂടെ നീ കടന്നു പോകുമ്പോഴും, എല്ലാം കഴിഞ്ഞു എന്ന് നീ പറയുമ്പോഴും, ഞാൻ ബലഹീനയാണെന്ന് നീ അറിയിക്കുമ്പോഴും, നീ അറിയാത്തൊരു പവർ, ഒരു പവർ, ഉരുട്ട് കണ്ണിനെ തുറക്കുന്ന ഒരു പവർ നിന്നിൽ വ്യാപരിക്കും. കർത്താവിന്റെ വ്യക്തിത്വത്തെയും കർത്താവിന്റെ പേഴ്സണാലിറ്റിയെയും കർത്താവിന്റെ ശുശ്രൂഷയെയും അഭിഷേകത്തെയും പ്രായത്തെയും ഒക്കെ കുറെ അസൂയ നിറഞ്ഞ പരീശന്മാർ വെല്ലുവിളിക്കുമ്പോഴും സമൂഹത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന, തകർന്ന, നിരാശയുള്ള, രോഗത്താൽ ഭാരപ്പെടുന്ന ലക്ഷങ്ങൾ, ആയിരങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. എറിയാൻ കല്ലുമായി നിൽക്കുന്ന കുറച്ചു പേരുണ്ട്, കുറച്ചു പേരേ ഉള്ളൂ. വ്യഭിചാരപുത്രൻ എന്ന് പറയുന്നവരുണ്ട്, ഭൂതമാന്ന് പറയുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. അത് കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ മറുഭാഗത്ത് അവനെ ഒന്ന് കാണാൻ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും ഒന്ന് തൊടാൻ കർത്താവിന്റെ ദാസന്മാരോട് ഞാൻ സംസാരിക്കുന്നു. പ്ലീസ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട് ഞാൻ സംസാരിക്കുന്നു. അപമാനിക്കുന്നവരുടെ നടുവിലും, ഭൂതമുണ്ടെന്ന് വിമർശിക്കുന്നവരുടെ നടുവിലും, ശമര്യനെന്ന് വിധിക്കുന്നവരുടെ നടുവിലും, വ്യഭിചാരപുത്രൻ എന്ന് വിശേഷിപ്പിച്ചവരുടെ നടുവിലും, തരം കിട്ടിയാൽ എറിയാൻ കല്ലുമായി കയ്യിൽ കരുതി നിൽക്കുന്നവരുടെ നടുവിലും, അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത്,
എറിയുന്നവൻ എറിയാൻ നിൽക്കുന്നവന്റെ കൈക്കില്ലാത്ത കരുത്ത്, അപമാനിക്കുന്നവന് ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ചു. You never lose your vision. ചർച്ചിനോട് ഞാൻ പറയുക, you never lose, you never divert your vision. നിന്റെ കുടുംബത്തിലോ നീ ആയിരിക്കുന്ന സമൂഹത്തിലോ നിന്നെ ഡിസ്കറേജ് ചെയ്യുന്നവർ കാണും, വേറെ നിലകളിലൊക്കെ നിന്നെ കാണുന്നവർ കാണും, നിന്നെ എതിർക്കുന്നവർ കാണും. നിന്റെ ടാർഗറ്റ് അവരല്ല, മറുഭാഗത്ത് നിന്നെ ആവശ്യമുള്ള ലക്ഷോപലക്ഷം ജനങ്ങളോ എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവനല്ല നിന്റെ സബ്ജക്ട്. പാസ്റ്റർമാരെ, നിങ്ങളുടെ വിഷൻ ചേഞ്ച് ആകരുത്. സഭയിലുള്ളവരോട് പറയുന്നു, നിങ്ങളുടെ വിഷൻ പോകരുത്. ക്രിസ്തുവിൽ നീ ആരാന്നുള്ള ഉറപ്പ് നിനക്ക് വേണം. ഒരിക്കലൊരു മനുഷ്യൻ വേട്ടയ്ക്ക് പോയി തോക്കുമായി. പുള്ളിക്കാരൻ കാട്ടിലെത്തി. ആദ്യം പുള്ളി വലിയൊരു കാട്ടുപോത്തിനെ കണ്ടു. ഒരു 500 അധികം കിലോ തൂക്കമുള്ള ഭാരമുള്ള വലിയൊരു കാട്ടുപോത്തിനെ പുള്ളി കണ്ടു. കാട്ടുപോത്തിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മാൻ അതുവഴി ചാടിപ്പോയി. പുള്ളി പെട്ടെന്ന്, കാട്ടുപോത്തായിരിക്കുമോ നല്ലത് മാനായിരിക്കുമോ? കാട്ടുപോത്തിനെ അവിടെ നിർത്തിയേച്ചും ഫോക്കസ് മാറ്റി മാന്റെ പുറകെ പോയി. മാൻ ഓടിപ്പോയി. മാനെ കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോൾ കാട്ടുപോത്തിനെയും കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ഇലയുടെ ഒരു അനക്കം കേട്ടു. ചെവിയനായിരുന്നു മുയല്. വെട്ടിവെച്ചു. മുയലുമായിട്ട് പോയി. ആ രംഗം ഒന്ന് കാണണം. കാട്ടുപോത്തിനെ ഫോക്കസ് ചെയ്ത് ഇറങ്ങിയതാ പുള്ളി. 500-ലധികം കിലോ ഉള്ള കാട്ടുപോത്തിനെ ഫോക്കസ് ചെയ്തായിരുന്നു പുള്ളി ഇറങ്ങിയത്. ശുശ്രൂഷയുമായിട്ട് കണക്ട് ചെയ്യുക ഞാൻ. ഇതിന്റെ ഇടയിലൂടെ ചാടുന്ന മാനെ നോക്കാൻ പോയി. ഇതിന്റെ ഇടയിലൂടെ ചാടിയതിനെ നോക്കാൻ പോയി. ഇപ്പം കൊച്ചു മുയലുമായിട്ട് നടക്കുക. ആരും മിണ്ടുന്നില്ല. ഇടയ്ക്കൂടെ ചാടുന്നതിനെ ഒന്നും നോക്കണ്ട. ഒന്ന് കൈയടിച്ച് കർത്താവിനെ, ഇടയ്ക്കൂടെ ചാടുന്നതിനെ ഒന്നും നോക്കണ്ട. നിന്റെ ഫോക്കസ് കറക്റ്റ് ആയിരിക്കണം. ഒന്ന് കരമടിച്ച് കർത്താവിനെ, നിന്റെ ഫോക്കസ് ജീസസ്.